പാലക്കാട് അതിശക്തമായ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 184 പോളിംഗ് ബൂത്തുകളിൽ ഒട്ടുമിക്ക എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര നമ്മൾ രാവിലെ മുതൽ തന്നെ വളരെ പ്രകടമായി കാണുന്നുണ്ട്. അത് അത്ഭുതമില്ല. കാര്യം ഈ കഴിഞ്ഞ 34 ദിവസങ്ങൾ അത്രത്തോളം വീറും വാശിയും നിറഞ്ഞ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ പാലക്കാട് കണ്ടിട്ടില്ലാത്ത വണ്ണമുള്ള വാക്പോരുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രചരണകാലമാണ്. സ്വാഭാവികമായും അതിൻ്റെ ഹീറ്റ് ഈ പറയുന്ന പോളിംഗ് ദിവസത്തേക്ക് എത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആ ഹീറ്റ് വളരെ പ്രകടമായി തന്നെ നിൽക്കുന്നു. ദീപക് ധാരാളം ദീപക് നിൽക്കുന്നത് കുന്നത്തൂർമേട് ബൂത്ത് നമ്പർ 83-ലാണെന്ന് തോന്നുന്നു. ദീപക്, എന്താണ് അവിടുത്തെ കാഴ്ച, എന്താണ് അവിടുത്തെ അവസ്ഥ? 3 പാലക്കാട് നഗരഹൃദയത്തിലെ കുന്നത്തൂർമേട് ഗവൺമെൻറ് LP സ്കൂളിലെ 83-ാം നമ്പർ ബൂത്തിലാണ്. ബൂത്തിൽ നമുക്കിപ്പം പോളിങ്ങിന് ആൾക്കാർ വന്നു, ഇതാ വോട്ട് ചെയ്ത് മടങ്ങുന്നതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്തു അല്ലേ? സാധാരണ അങ്ങനെ വോട്ട് ചെയ്യും? സാധാരണ വരാറുണ്ട്. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട്. ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഈ പാലക്കാട് ഇപ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ പോളിംഗ് കൂടാനാണോ സാധ്യത? എന്താ തോന്നുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ സ്ഥിതിയിൽ നമ്മളൊന്നും ആരും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. പോളിംഗ് ശതമാനം കൂടും. പോളിംഗ് ശതമാനം കൂടുമെന്നുള്ളത് വോട്ടർമാരെ ഡിസൈഡ് ചെയ്യണം. ഞാൻ എങ്ങനെ പറയാൻ പറ്റും? ആശ്മി, ഇതിൽ പ്രവചനങ്ങൾ സാധ്യമല്ല എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പം വോട്ടർമാർ പോലും പറയുന്നത്. അതിൻ്റെ കാരണം എന്തെന്നാൽ ഈ കാലത്ത് തന്നെ കനത്ത പോളിംഗ് രേഖപ്പെടുന്നു. ഞാനിപ്പം നിൽക്കുന്ന ഈ 83-ാം നമ്പർ ബൂത്തിൽ ആകെയുള്ളത് 700 ശിഷ്ടം വോട്ടർമാരാണ്. അതിൽ 8 മണിക്ക് തന്നെ 100-ലേറെ വോട്ടർമാർ ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോളിംഗ് ശതമാനം വലിയ തോതിൽ വർദ്ധിക്കും എന്നുള്ളതിൻ്റെ കണക്കുകൾ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചണ്ഡമായ പ്രചരണമായിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾ, അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതെല്ലാം വലിയ രീതിയിൽ പോരാട്ടത്തിന് ചൂട് പകർന്നപ്പോൾ അത് പോളിംഗിൽ റിഫ്ലക്ട് ചെയ്യുന്നു. ജനാധിപത്യത്തിന്റെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ബൂത്തിലെ തിരക്ക് രാവിലെ ഏതാണ് തീരുന്നോളം തോന്നുന്നു. അത് അങ്ങനെ തന്നെയാണോ ആ ബൂത്തിൻ്റെ സ്വഭാവം? ഇപ്പോൾ ചില ബൂത്തുകൾ അങ്ങനെയാണ്, അവിടെ വോട്ടർമാർ കുറവായിരിക്കും. അതുകൊണ്ട് ആ വോട്ടർമാർ ഇങ്ങനെ വലിയ തിരക്കില്ലെങ്കിലും വൈകുന്നേരം വരെ ഇങ്ങനെ കൺസിസ്റ്റൻ്റായി നിന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന ചില ബൂത്തുകൾ നമ്മൾ വയനാട് കണ്ടിരുന്നു. അതുപോലെയുള്ള ബൂത്താണോ? ഈ നഗരമേഖലകൾ BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള മേഖലയാണ് കേട്ടോ ദീപക്. അതെ ആശ്മി, ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ബൂത്തിൽ വലിയ തിരക്കില്ല. ഇപ്പോൾ ഇവിടെ 4 വോട്ടർമാർ മാത്രമാണ് ബൂത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർമാരൊക്കെ വളരെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ തിരക്ക് വരുന്ന സമയത്താണ് സ്വാഭാവികമായും പ്രിസൈഡിംഗ് ഓഫീസർമാരും പോളിംഗ് ഓഫീസേഴ്സ് എല്ലാം തന്നെ തിരക്കിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു കണക്ക് ഏതാണ്ട് മനസ്സിലാക്കുന്നത് ഇവിടെ പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ളത് തന്നെയാണ്. കാരണം ആദ്യത്തെ മണിക്കൂറുകൾ പരിശോധിക്കുമ്പോൾ തന്നെ കനത്ത പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോളിംഗ് ഓഫീസറോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രചണ്ഡമായ പ്രചരണം ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കൂടുതൽ ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിലെ ബീപ് ശബ്ദങ്ങൾ കൂട്ടാൻ വേണ്ടി ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇതാ ഇപ്പോഴും നമുക്ക് കാണാം, ഇതാ വോട്ടർമാർ കുടുംബങ്ങൾ ഒരുമിച്ചൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയരുമോ? കാരണം വോട്ടർമാരുടെ എണ്ണം കൂടും. എന്താ കാരണം ഇപ്രാവശ്യം കടുത്ത മത്സരമാണ്. ആശ്മി, ഇത് തന്നെയാണ്, കടുത്ത മത്സരമാണെന്ന് സാധാരണ വോട്ടർമാർ പോലും പറയുകയാണ്. അപ്പോൾ നമ്മൾ വയനാട്ടിൽ കണ്ടതുപോലെയല്ല, വയനാട്ടിൽ പ്രചരണം കൊടുത്തു, പക്ഷേ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. എന്നാൽ പാലക്കാട് രാഷ്ട്രീയ പോരാട്ടം, ഇത്രമേൽ ചൂടേറിയ പോരാട്ടം നടന്ന മറ്റൊരു മണ്ഡലമില്ല. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരുമെന്നതാണ് ആദ്യ സൂചനകൾ നമുക്ക് വ്യക്തമാവുന്നത്. ഹാഷ്മി, ഉറപ്പായും ആദ്യ സൂചന പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ളത് തന്നെയാണ്. എങ്കിൽ കൂടി നമ്മൾ വയനാട് രാവിലെ ഇതേ സമയം നോക്കുന്നത് ഞാൻ അവിടെ നിന്നുകൊണ്ട് വലിയ പോളിംഗ് ശതമാനം വർധനം ഉണ്ടാവും SK എന്നൊക്കെ ഞാൻ തള്ളിയതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ വന്നപ്പോഴേക്കും പോളിംഗ് ശതമാനം വല്ലാതെ കുറയുന്ന കാഴ്ച, ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഈ പറഞ്ഞ ബൂത്തുകൾ ശൂന്യമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് ഞാൻ ഉറച്ചു പറയുന്നില്ല, ഞാൻ ഉറപ്പിച്ച് പോളിംഗ് ശതമാനം ഒരു കനത്ത പോളിംഗ് ശതമാനത്തിലേക്ക് എന്തായാലും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം സന്തോഷത്തിൻ്റെ സൂചന എന്ന് പറയുന്നത് ആ ജനാധിപത്യത്തിൻ്റെ ആ ബീപ് ശബ്ദങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നു. രാവിലെ 6 മണി മുതൽ തന്നെ 5:05 ആകുമ്പോഴേക്കും തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ആ വോട്ടർമാരുടെ നീണ്ട നിര മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ചുരുക്കം ചില ബൂത്തുകൾ ഒഴിച്ചു നിർത്തിയാൽ ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ എണ്ണം കുറവായിരിക്കും. എണ്ണം കുറവാകുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ തിരക്കും കുറവായിരിക്കും. എണ്ണം കുറവായതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ നീളുന്ന സമയത്ത് ആ കുറഞ്ഞ എണ്ണം വോട്ടർമാർ അവിടേക്ക് എത്തി അങ്ങനെ വോട്ട് ചെയ്ത് പോകുന്ന ചില ബൂത്തുകൾ നമ്മൾ വയനാടൊക്കെ കണ്ടതാണ്. അതുപോലെ ബൂത്താണോ DD എന്ന ബൂത്തിന് അറിയില്ല.